തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളിയുടെ കരണം മറിയൽ. ഇത് CPM-ലെ ഒരു വിമത നീക്കമെന്ന് പറയപ്പെടുന്നത് മുമ്പൊന്നും കേട്ടുകേൾവിയില്ലാത്തതാണ്, അത്ര പ്രചാരവുമല്ല. കാരണം CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് സ്ഥാനാർത്ഥി നിർണയം നടത്തി കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥിയോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് ആ കേഡർ പാർട്ടിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. പഴയ കാലത്തിലൊക്കെ അത്തരത്തിലാണ് സംഭവിച്ചുകൊണ്ടിരുന്നതെങ്കിൽ കൂടിയും ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിലുള്ള പ്രത്യേകതയാണ് CPM-നുള്ളിൽ പലതരത്തിലുള്ള പാർട്ടിക്ക് എതിരായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയരുക, പാർട്ടിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തുക, കേഡർ സംവിധാനമുള്ള പാർട്ടിയിൽ കുത്തഴിഞ്ഞ ഒരു രീതി ഉണ്ടാവുക. ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണമായി നമുക്ക് പറയാൻ കഴിയുന്നു മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും, ചിലപ്പോൾ ബംഗാളിലും ത്രിപുരയിലുമൊക്കെയാണ് ഈ CPM അധികമായിട്ടുണ്ടായിരുന്നത്. അവരുടെ ഭരണമൊക്കെ അവിടെ നിലച്ചുപോയി. അതിനുശേഷം ആകെ ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. ഈ ഒരു പാർട്ടിയുടെ ഇത്തരത്തിലുള്ള യാത്ര എന്ന് പറയപ്പെടുന്നത് ഒരു പാർട്ടിയുടെ ചരമഗീതം കുറിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പാർട്ടിയുടെ അവസാനത്തിലേക്ക് എത്തപ്പെടുന്നത് പോലെ മറ്റുള്ള പാർട്ടികളെ പോലെയല്ല. ഇപ്പോൾ കോൺഗ്രസോ അല്ലെങ്കിൽ BJP-യോ പോലെയൊന്നുമല്ല CPM എന്ന് പറയപ്പെടുന്നത്. ആ CPM-ന് പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. പല സ്ഥലങ്ങളിലും അത് ഇപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും പലപ്പോഴും ആ സ്ട്രക്ചറിൽ പല ഭിന്നതകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് വിമത നീക്കമൊന്നും മുമ്പ് ഒന്നും നമ്മൾ കേട്ടുകേൾവിയില്ലാത്തതാണ് CPM-നകത്ത്. മറ്റുള്ള പാർട്ടികളിലൊക്കെ അത് ഉണ്ടാകാറുണ്ട്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ അതിനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക, പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നൊക്കെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ 10 വർഷത്തിനുള്ളിൽ നടക്കുന്നതാണ്. നമ്മൾ അമ്പലപ്പുഴയിലൊക്കെ സുധാകരൻ അടക്കമുള്ളവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചർച്ചയായിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു നിലയിൽ പാർട്ടിയുടെ അവസാന കാലഘട്ടത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു തോന്നലിലേക്ക് എത്തപ്പെടുന്നു. കാരണം ഇനിയും ചിലപ്പോൾ ഒരു 3ാം ഭരണം കൂടി കിട്ടുമായിരിക്കും. അതുകൂടി കഴിഞ്ഞാൽ ഈ പാർട്ടി പിന്നെ കാണില്ല. ആ തരത്തിലുള്ള യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്ന വിധമാണ് ഇതിനകത്ത് നേതാക്കന്മാരും അണികളും ഒക്കെ പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ കുറച്ചുകൂടി ശക്തരായിട്ടുള്ള അണികളുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. കാരണം അവരുടെ വോട്ട് അവരൊരിക്കലും പാഴാക്കാറില്ല. അവരുടെ 38% വോട്ടാണ് ഉള്ളതെങ്കിൽ അവർ കൃത്യമായിട്ടും ആ പാർട്ടിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലോ അല്ലെങ്കിൽ ഇടത് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്കോ വളരെ കൃത്യമായി നൽകുന്ന ഒരു വിഭാഗമാണ് ഈ CPM-ന്റെ അണികൾ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ LDF മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിനൊരു തിരിച്ചടിയായി മാറുകയാണ് ഈ വിമത സ്ഥാനാർത്ഥികൾ എന്ന് പറയപ്പെടുന്നത്. വിമത സ്ഥാനാർത്ഥികളായി എത്തപ്പെടുന്നത് ആനി അശോകനും KV മോഹനുമാണ്. ആനി അശോകൻ ചെമ്പഴന്തിയിലും വാഴോട്ട് പോകുന്നത് KV മോഹനും എത്തപ്പെടുന്നു. ആനി അശോകൻ പറയുന്നത് ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെ നിർത്തി BJP-യെ വിജയിപ്പിക്കുവാനുള്ള ഒരു ശ്രമം ചെമ്പഴന്തിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തനിക്ക് ചെമ്പഴന്തിയിൽ സീറ്റ് നിഷേധിച്ചത് എന്നും സീറ്റ് നിഷേധിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നും BJP-യും CPM-ഉം കടകംപള്ളിയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്, ഒരു ഡീലാണ് അവിടെ നടക്കുന്നതെന്നാണ് ആനി അശോകന്റെ ആരോപണം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ വാഴോട്ട് കോണത്ത് ഇതേ ആരോപണമായിട്ടാണ് KV മോഹനും എത്തിയിരിക്കുന്നത്. കാരണം സ്ഥാനാർത്ഥികളുടെ നിർണയം എന്ന് പറയപ്പെടുന്നത് തോന്നിയ രീതിയിലാകുന്നു. പരാജയപ്പെടുന്നെങ്കിൽ പരാജയപ്പെടട്ടെ, വിജയസാധ്യത അല്ല അവിടുത്തെ മാനദണ്ഡം എന്ന് പറയും. അങ്ങനെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം CPM-ൽ ഒരു വലിയ വിമത നീക്കം നടക്കുകയും അത് പാർട്ടിയെ തന്നെ അലോസരപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് 2 CPM പ്രാദേശിക നേതാക്കളാണ് ഈ പാർട്ടി നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തി മത്സരിക്കുവാൻ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. ചെമ്പഴന്തിയിലും വാഴോട്ടുകോണത്തും ഈ വാർഡുകളിലാണ് വിമത നീക്കം നടത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് CPM പ്രാദേശിക നേതാക്കൾ രംഗത്തെത്തിയത്. CPM ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ആനി അശോകനും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായിട്ടുള്ള KV മോഹനുമാണ് വിമതരായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വോട്ട് കിട്ടാനാണ് കടകംപള്ളി സുരേന്ദ്രന്റെ നീക്കം എന്നുള്ളതാണ് ആനി അശോകൻ പറയുന്നത്. ഉള്ളൂരിലും പാർട്ടി അംഗം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കുന്നുള്ള സൂചനകൾ വരെ വരുന്നുണ്ട്. അങ്ങനെ ചെമ്പഴന്തിയിൽ തനിക്ക് സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനാണ് എന്നുള്ള ആക്ഷേപമാണ് ആനി അശോകൻ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനും BJP-യും തമ്മിലുണ്ടാക്കിയ ഒരു ഡീലാണ് എന്നാണ് ആനി അശോകൻ കുറ്റപ്പെടുന്നത്. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്ന വാർഡിൽ കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ ആ മത്സരിക്കുന്ന സമയത്തിന് BJP-യുടെ ഭാഗത്ത് നിന്ന് ഒരു പിന്തുണ ഇദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ ഇത്തരത്തിലുള്ള ചെറിയ ഡീലുകൾ നടത്തി ചെറിയ സ്ഥാനാർത്ഥികളെ ഇവിടെ നിന്ന് വിജയിപ്പിച്ചു വിടുക. അതായത് ഈ പറയുന്ന ചെമ്പഴന്തിയിലാണെങ്കിലും ഒപ്പം തന്നെ ഈ വാഴത്തോണം പോലുള്ള മേഖലകളിലാണെങ്കിലും വിജയിക്കാത്ത സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളവരെ നിർത്തി വിജയിപ്പിക്കാതെ മറ്റു പാർട്ടികളെ BJP-യെ വിജയിപ്പിക്കുവാനുള്ള ഒരു തന്ത്രം
കടകംപള്ളി സുരേന്ദ്രൻ ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ ആനി അശോകനും കെ വി മോഹനും ഒക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അവർ വിമത സ്ഥാനാർത്ഥികളായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പഴയ കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സ്ത്രീയാണ്, സഖാവാണ് ഈ ആനി അശോകൻ എന്ന് പറയുന്നത്. 2004 മുതൽ 2010 വരെ അവരുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്നതാണ്. ചെമ്പഴന്തിയുടെ CPM ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഇത്തവണ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടുകൂടിയാണ് ആനി അശോകൻ സ്വതന്ത്രയായിട്ട് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ഷീല മോഹനാണ് ഡിവിഷനിലെ ഇപ്പോഴത്തെ പാർട്ടി സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്നത്. ഈ സ്ഥാനാർത്ഥിയെ പ്രദേശത്ത് സത്യം പറഞ്ഞാൽ ആർക്കും പരിചയമില്ല എന്നുള്ളതാണ് ആനി അശോകന്റെ ആക്ഷേപവും ആരോപണവും എന്ന് പറയപ്പെടുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ BJPയുമായിട്ട് വോട്ട് കച്ചവടം നടത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPയെ ജയിപ്പിച്ച പല വാർഡുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളിക്ക് വോട്ട് കൂടിയതിന്റെ കാരണം ഇതാണ് എന്നാണ് ആനി അശോകൻ ആവർത്തിച്ച് വിമർശനം ഉന്നയിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ കടകംപള്ളിക്ക് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള പല സീറ്റുകളിലും BJPയെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിജയിപ്പിച്ചു വിടുക, നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കടകംപള്ളിയെ വിജയിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള വോട്ട് ഷെയർ കൂടുതൽ ലഭിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് അക്കമിട്ട് നിരത്തുകയാണ് ആനി അശോകൻ. CPMന്റെ തന്നെയാണ് നേതാവ്, കമ്മ്യൂണിസ്റ്റുകാരി തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെതിരെ ഇത്തരത്തിലുള്ള ആരോപണവും വിമർശനവും ഉന്നയിക്കുന്നത്. മുൻപും ഇപ്പോഴും കടകംപള്ളി സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് BJPക്ക് അനുകൂലമായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥികളെ നിർത്തി BJPയെ വിജയിപ്പിക്കുവാനാണ് ഇത്തരത്തിലുള്ള ശ്രമം നടത്തുന്നത് എന്നും കടകംപള്ളിക്ക് MLA ആയി മത്സരിക്കുമ്പോൾ തിരിച്ചു വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ കടകംപള്ളി നടത്തുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് പ്രത്യേകിച്ച് കഴക്കൂട്ടത്ത് ഒരു ജാതി സമവാക്യമുണ്ട്. കടകംപള്ളിയുടെ ഭയങ്കരമായിട്ടുള്ള അപ്രമാദിത്വം ഉള്ള ഒരു മേഖല കൂടിയാണ് ഈ കഴക്കൂട്ടം എന്ന് പറയപ്പെടുന്നത്. ഒരു വർഗ ബഹുജന സംഘടനയുടെയും പ്രവർത്തന പാരമ്പര്യമില്ലാത്ത ആൾക്കാരെയാണ് ഈ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നുള്ള ആനി അശോകന്റെ ആരോപണത്തിന് മറുപടി പറയാൻ പക്ഷേ ഇതുവരെയും കടകംപള്ളിക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. ഇതേ സ്ഥിതിവിശേഷം തന്നെയാണ് വട്ടിയൂർക്കാവിനടുത്ത് വാഴോട്ടുകോണത്ത്. ഇതേ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് CPMന്റെ ഷാജിയാണ് അവിടെ മത്സരിക്കുന്നത്. ഇദ്ദേഹത്തിന് വിജയസാധ്യത ഇല്ലെന്ന് ആരോപിച്ചുകൊണ്ട് തന്നെ ലോക്കൽ സെക്രട്ടറിയുടെ വ്യക്തി താല്പര്യം മാത്രമാണ് സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലെന്ന് പറഞ്ഞാണ് വാഴോട്ടുകോണത്ത് KV മോഹൻ വിമതനായിട്ട് മത്സരിക്കാനെത്തുന്നത്. അപ്പോൾ വട്ടിയൂർക്കാവ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു ഈ KV മോഹനൻ. ലോക്കൽ സെക്രട്ടറിയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്താനായിട്ട് സ്വന്തക്കാരെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിപ്പിക്കുകയാണ് എന്നുള്ളതാണ് KV മോഹന്റെ ആരോപണം എന്ന് പറയപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിക്കാനാവാത്ത ഒരു സമീപനമാണ് ഇതിലൂടെ അദ്ദേഹം കൈക്കൊള്ളുന്നത്. റിയൽ എസ്റ്റേറ്റ് മാഫിയ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്വന്തക്കാരെ അതിനകത്ത് ഉൾപ്പെടുത്തി കൗൺസിലർമാരായിട്ട് വിജയിപ്പിച്ചെടുക്കുക, അതിലൂടെ നേട്ടമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ലോക്കൽ സെക്രട്ടറിയാണ് വാഴോട്ടുകോണത്ത് വട്ടിയൂർക്കാവിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല അതുകൊണ്ടാണ് വാഴോട്ടുകോണത്ത് സ്വന്തം സ്ഥാനാർത്ഥികളെ അവർ സ്വന്തം നിലയ്ക്ക് നിർത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് KV മോഹനന്റെ ഈ ആക്ഷേപത്തിന് മറുപടി പറയാൻ ലോക്കൽ സെക്രട്ടറിക്കും ആകുന്നില്ല എന്നുള്ളതാണ്. KV മോഹനും അവിടെ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോവുകയാണ്. പക്ഷേ ഇപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ CPMന്റെ നേതാവായിട്ടുള്ള KV മോഹൻ പക്ഷേ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാണ് മത്സരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ തീരുമാനത്തിൽ വളരെയേറെ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഈ CPMനകത്ത് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. KV മോഹനൻ സ്ഥാനാർത്ഥിയാവുന്നതോടുകൂടി തന്നെ വാഴോട്ടുകോണത്തും ഒരു വല്ലാത്ത സ്ഥിതിവിശേഷം CPMനകത്തുണ്ടാകും. മാത്രമല്ല ഉള്ളൂർ ഡിവിഷനിൽ നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. പകരം മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിലാണ് പാർട്ടിക്കുള്ളിൽ അവിടെ അമർഷം പുകയുന്നത്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് CPMൽ വിമത പട തന്നെ ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ വിമത നീക്കം നടത്തുന്നത് ഒരു പാർട്ടിക്ക് യോജിച്ചതല്ല എന്നുകൂടി പറയട്ടെ. അത്തരത്തിൽ CPMലെ ഈ ഒരു വിമത നീക്കം CPMന്റെ പാർട്ടിയുടെ അടിത്തറയെ ബാധിക്കുന്നതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ CPM എന്ന് പറയപ്പെടുന്ന ഒരു കേഡർ പാർട്ടിക്ക് ഇതൊരിക്കലും ഭൂഷണമല്ല, യോജിച്ചതുമല്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നവർ ആരാണെങ്കിലും പാർട്ടിക്ക് പുറത്ത് തന്നെ പോകേണ്ടതാണ്. പക്ഷേ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ കണിശവും കൃത്യവുമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജയിക്കാൻ വേണ്ടിയായിരിക്കണം സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പകരം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഡീൽ ഉറപ്പിച്ചുകൊണ്ടാകരുത് ഒരു നേതാവും സ്ഥാനാർത്ഥി നിർണയം നടത്താനും. ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ അത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഡീൽ BJPയുമായി നടത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റ്. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും അനുവദനീയമല്ല. മറ്റൊരു കാര്യം, ആനി അശോകൻ എന്ന് പറയപ്പെടുന്ന CPMകാരി അവരടുത്ത വൈസ് പ്രസിഡന്റ് ആയിരുന്നു, അവർ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. അവരെ എന്തുകൊണ്ട് നിർത്തുന്നില്ല? ഇല്ലെങ്കിൽ
ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത കൂടുതലുണ്ടോ? ഇങ്ങനെ വിജയസാധ്യതയില്ലാത്ത 4 പേര് പോലും അറിയില്ല എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിർത്തുന്നത് BJPയെ വിജയിപ്പിക്കുവാനാണോ? എങ്കിൽ ആനി അശോകൻ പറയുന്ന ആരോപണം ശരിയാണ്. ഇനി മറ്റൊന്ന്, വാഴോട്ടോണത്തേക്ക് വന്നാലും KV മോഹൻ എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷക്കാരനെ അല്ലെങ്കിൽ CPM-കാരനെ മാറ്റി നിർത്തിക്കൊണ്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കൂട്ടുകാരനായിട്ടുള്ള റിയൽ എസ്റ്റേറ്റുകാരനായ ലോക്കൽ സെക്രട്ടറിയുടെ ബന്ധുക്കാരനെ അവിടെ നിർത്തുന്നത് എന്തിനാണ്? ഇങ്ങനെ ഇതിനകത്തൊക്കെ ബന്ധുത്വം കൂട്ടിക്കുഴയ്ക്കുവാനും അവരവരുടെ ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്താനുമുള്ള ശ്രമം നടത്തുന്നത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലൊരു പാർട്ടിക്ക്, ഒരു തൊഴിലാളി പാർട്ടിക്ക് ഭൂഷണമല്ല എന്നുള്ളതാണ്. എങ്കിൽ ഇതല്ല എന്നുണ്ടെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധങ്ങളും വ്യാവസായിക വിപ്ലവങ്ങളും ഒക്കെ ആയി മുന്നോട്ട് പോകുവാൻ ഈ പാർട്ടി തയ്യാറാവണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലാളി സ്നേഹം എന്ന് പറയപ്പെടുന്നത് കപടതയാണ് എന്ന് പറയേണ്ടി വരും. തൊഴിലാളികളോട് ഒരു തരത്തിലുമുള്ള സ്നേഹം പ്രകടിപ്പിക്കാത്ത, അനുഭാവം കാണിക്കാത്ത കപടമുഖമുള്ളവരാണ് CPM-കാർ എന്ന് ജനം തിരിച്ചറിയും. അതിനാൽ പാർട്ടി ക്ലാസുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിക്ക് എന്ത് തരത്തിലുള്ള നീതിയാണ് ഉള്ളത്, ഏത് തരത്തിലുള്ള സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് പാർട്ടിയുടെ കൗണ്ട് ഡൗൺ ആണ്. ഇന്ന് വരെ പാർട്ടിയുടെ കേഡർ സംവിധാനത്തിൽ നിന്ന് ആരും വ്യതിചലിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ സ്വയം പരീക്ഷണങ്ങൾ നേരിടുന്ന ഒരു പാർട്ടിയായി CPM മാറുന്നു. ആ പാർട്ടിക്കുള്ളിൽ തന്നെ വിമത നീക്കം ശക്തമാകുന്നു. വിമതരുടെ ഈ നീക്കം എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ അടിത്തറയിളക്കം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ ഈ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് അണികൾ ഉണ്ടാവില്ല, നേതാക്കന്മാർ മാത്രമായിരിക്കും ഉണ്ടാവുക.